മന്ത്രവാദ പരിപാടികളിൽ പേര് കേട്ട രാജ്യമാണ് ഗാന. അതെല്ലാവർക്കും അറിയാം. വേൾഡ് കപ്പ് ടൈമിലൊക്കെ നമ്മളവരുടെ പീക്ക് പരിപാടികൾ കണ്ടതാണ്. ഈ ഗാനയിലത്തെ മരണാനന്തര ചടങ്ങുകൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആചാരമാണ് അവർക്കുള്ളത്. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ ഇമോഷണലി അത് വളരെ വേറൊരു ആംഗിളിലായിരിക്കും കാണുക. പക്ഷെ ഗാനയിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ ആ മരിച്ച ആളുടെ ജോലി എന്താണോ ആ ജോലിക്കനുസരിച്ച് ശവപ്പെട്ടിയാണ് അവിടെ നിർമ്മിക്കുക. ഇപ്പൊ മരിച്ചതൊരു കോഴി ഫാം നടത്തുന്ന വ്യക്തിയാണെങ്കിൽ കോഴിയായിരിക്കും അയാളുടെ ശവപ്പെട്ടിയായിട്ട് മരം കൊണ്ട് ഡിസൈൻ ചെയ്ത്, നല്ലൊരു ആർട്ടിസ്റ്റിന്റെ കലാവിരുത് കൂടിയാണ് അത്, അതും എടുത്ത് പറയണം. മരം കൊണ്ട് ഡിസൈൻ ചെയ്ത് നല്ലൊരു ശവപ്പെട്ടി പണിയും. എന്നിട്ട് ഈ നല്ല കളറൊക്കെ കൊടുത്ത് വേറെ മൂഡിലാക്കും അത്. എന്നിട്ട് ഈ കോഴിയുടെ ശവപ്പെട്ടിയിലാണ് അയാൾ അടക്കം ചെയ്യുക. അതുപോലെ ഇനിയിപ്പോൾ മരിച്ച വ്യക്തി ഒരു മീൻ പിടുത്തക്കാരനാണെങ്കിൽ മീനിന്റെ ഷേപ്പിലായിരിക്കും. അതിഞ്ഞൊരു ഡ്രൈവർ ആണെങ്കിൽ കാറിന്റെ ഷേപ്പിലായിരിക്കും. അങ്ങനെ എന്ത് ജോലിയാണെങ്കിലും ആ ജോലിക്കനുസരിച്ച് ശവപ്പെട്ടി അതായിരിക്കും നിർമ്മിക്കുക. അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നും, അല്ല അപ്പൊ മരിച്ച വ്യക്തിക്ക് ഒരു ജോലി ഇല്ലാത്തവനാണെങ്കിലോ? അങ്ങനെയും വരാലോ. ജോലി ഇല്ലാത്തവനാണെങ്കിൽ അപ്പൊ എന്ത് ശവപ്പെട്ടി ആയിരിക്കും അവന് പണിയാന്നുള്ള തോട്ട് വരും. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ആ വ്യക്തികൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സംഭവം ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ പറയാ, ഒരാൾക്ക് പുലികളെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവികളെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ ഇഷ്ടമാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രൈസ്, ഓരോ ഹോബീസ് ഉള്ള ആളുകളാണ് പലരും. അപ്പൊ അവരുടെ ഇഷ്ടങ്ങളനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു യുണീക്ക് ആയിട്ടുള്ള വസ്തു ഉണ്ടാവും. ആ വസ്തുവിന്റെ ഷേപ്പിലുള്ള ശവപ്പെട്ടി പണിയും. പിന്നെ ഈ ശവപ്പെട്ടികളുടെയൊക്കെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓരോ ഇങ്ങനത്തെ ഫാന്റസി ആയിട്ടുള്ള ശവപ്പെട്ടികൾക്ക് $600 മുതൽ $3000 വരെ വില വരുന്നുണ്ട്. അപ്പൊ അത്രയും ഡിമാൻഡുള്ള സാധനം കൂടിയാണിത്. ഇത് ഉണ്ടാക്കാൻ നല്ല പണിയുണ്ട്. സോ എങ്ങനെ നോക്കിയാലും ഡിഫറെന്റ് ആയിട്ടുള്ള ശവപ്പെട്ടികളായിരിക്കും പണിയുക. ഇപ്പൊ ജോലി ഇല്ലാത്തവരുടെ കാര്യം പറയുമ്പോൾ പലതരം ശവപ്പെട്ടികൾ ഉണ്ടാവും, അതിൽ പല ഫാന്റസികൾ ഉണ്ടാവും. എന്നാലും എങ്ങനെയില്ല ഇത്രയും ശവപ്പെട്ടികൾ ഡിഫറെന്റ് ആയിട്ട് പണിയാ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം? ഇതൊന്നും പോരാ. ഇപ്പൊ നമ്മളൊരു മരണാനന്തര ചടങ്ങ് കാണുമ്പോൾ ഒരു പരിചയമില്ലാത്ത വ്യക്തിയാണെങ്കിൽ കൂടി ശവപ്പെട്ടി നോക്കിയിട്ട് അയാളുടെ ജോലി എന്താണെന്ന് തിരിച്ചറിയാം. അങ്ങനെയൊക്കെ എവിടെ പറ്റും? ഒരു സാധാരണ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു ആ രീതിയിലായിരിക്കും നമ്മൾ കാണുക. പക്ഷെ മരിച്ച വ്യക്തി നോക്കിയിട്ട് ഇത് ഇന്ന പണിക്കാരനാണ്, കാറിന്റെ ശവപ്പെട്ടി കണ്ടിട്ട് ഇവൻ ഡ്രൈവറായിരുന്നു, ഇവൊരു മീൻപിടുത്തക്കാരനാണല്ലോ. ഇങ്ങനെ പല രീതിയിൽ ശവപ്പെട്ടി നോക്കി തിരിച്ചറിയാനുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ് കൂടി അണ്ടർഗ്രൗണ്ടിൽ ഇതിന് നമുക്ക് മീൻ ചെയ്യാം. ഗാനയിൽ മറ്റേ പൗഡർ ഊതിയിട്ടുള്ള പരിപാടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കളി മെസ്സി ജയിക്കില്ല, ഈ കളി അർജന്റീന ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത്തരത്തിൽ ഗാനയിൽ പല വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള ശവപ്പെട്ടികൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ടൈപ്പായിരിക്കും കാണാൻ പറ്റുക? ചിലപ്പോൾ ഇതേപോലെ കോഴിയും കാറും ലോറിയും ഒന്നും ആയിരിക്കില്ല, വലിയ വലിയ പരിപാടികളായിരിക്കും ശവപ്പെട്ടികളായിട്ട് വരിക.